ഹായ് ഫ്രണ്ട്സ്, സബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സിനിമകളും അതുകൂടാതെ ഒരു സീരീസ്, ഒരു മലയാള സീരീസിൻ്റെയും ഒരു മലയാള സിനിമയുടെയും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജയ് മഹേന്ദ്ര എന്ന് പറഞ്ഞ സീരീസിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സിനിമ വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. ആഹാ വീഡിയോസ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു തെലുങ്ക് സിനിമയുണ്ട്, സിംബ എന്ന പേരിലൊരു തെലുങ്ക് സിനിമയുണ്ട്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്ത ഹിന്ദി മൂവിയാണ് കിൽ എന്ന് പറഞ്ഞ സിനിമ. അതിനു മുമ്പേ ആമസോൺ പ്രൈമിൽ വന്നിരുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ത്യയിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മൾട്ടി ലാംഗ്വേജിൽ വരുന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും ഹിന്ദി ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത മലയാളത്തിലുള്ള സിനിമയാണ് ആസിഫ് അലി, അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറിനോട് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള സിനിമ അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാള സിനിമയാണ് പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെ മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി സൗത്തിലും വന്നിട്ടുണ്ട്. ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് കോൾ മി ബേ എന്നാണ് ഹിന്ദി സീരീസിൻ്റെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സീരീസ് അനന്യ പാണ്ഡെ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്, സീരീസാണ്. അനന്യ പാണ്ഡെ അതുപോലെ തന്നെ വരുൺ ധവാൻ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഈ സീരീസ് ആമസോൺ പ്രൈമിൽ മൾട്ടി ലാംഗ്വേജിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി സീരീസാണ് തനാവ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ രണ്ടാമത്തെ സീസണാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായി സോണി ലീവിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റിലീസുകളായിട്ടുള്ളത്. അതായത് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ള സീരീസുകളും സിനിമകളായിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന രണ്ട് സിനിമകൾ, ഒരു സീരീസിൻ്റെ ഒരു സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. ഒന്ന് ജയ് മഹേന്ദ്ര എന്ന് പറഞ്ഞൊരു സീരീസാണ്. ഈ സീരീസ് സോണി ലീവ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സൈജു കുറുപ്പൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി സീരീസാണ്. ഈ സീരീസ് ഫെബ്രുവരി മാസം 9-ാം തീയതി OTT റിലീസ് ചെയ്യാൻ പറഞ്ഞ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റുകളും പുറത്തു വന്നിട്ടില്ല. 9-ാം തീയതി റിലീസ് ചെയ്യുകയും ചെയ്തില്ല. മറ്റൊരു അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഇപ്പം ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം 11-ാം തീയതി ഈ ഒരു സീരീസ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. സോണി ലീവിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റുകളൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തത് നമ്മുടെ പിന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 13-ാം തീയതി മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് C5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളും കണ്ടു, ഏതൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഗോട്ടുകാരൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഒരവസരമുണ്ട്. ഒരു ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ഗിവ് അവേ ആയിട്ട് എൻ്റെ പിന്നെ ബാക്കപ്പ് ചാനലായ സാബ് മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെ നല്ല കമൻറ്റും അതുപോലെ തന്നെ പിന്നെ ആ വീഡിയോ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നാളെ വൈകിട്ട്, ശനിയാഴ്ച വൈകിട്ട് വിജയിയെ പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ആ ഒരു വീഡിയോ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.